അല്ല, പ്രശ്നം തന്നെ കോൺഗ്രസിന്റെ അവർ ഈ പറയുന്നതൊന്നും ശശി തരൂർ അംഗീകരിക്കുന്നില്ല. അതായത് ഈ വിദേശ നയവും യുദ്ധവും ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട കാര്യമാട്ടോ ഞാൻ പറയുന്നത്. അവർ ഈ പറയുന്നതൊന്നും ശശി തരൂർ അംഗീകരിക്കുന്നില്ല. അവർ ഈ പറയുന്നതൊന്നും സൽമാൻ ഖുർഷിദ് അംഗീകരിക്കുന്നില്ല. അവർ ഈ പറയുന്നതൊന്നും ആനന്ദ് ശർമ്മ അംഗീകരിക്കുന്നില്ല. അവർ ഈ പറയുന്നതൊന്നും നമ്മുടെ മനീഷ് തിവാരി അംഗീകരിക്കുന്നില്ല. കൂടാതെ അഞ്ചാമത്തെ അല്ല ഞാൻ പറയാം മുൻ കോൺഗ്രസ്സുകാരനായ ഗുലാം നബി ആസാദ് അംഗീകരിക്കുന്നില്ല. ഈ ഗുലാം നബി ആസാദ് അതാ മുൻ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞത്. അപ്പോ അയാൾ അങ്ങോട്ട് പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട്. കോൺഗ്രസിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് AICC ആഫീസിലെ ശമ്പളക്കാരാണ്. അദ്ദേഹം ഒരു പർട്ടിക്കുലർ വ്യക്തിയെ എടുത്തിട്ടാണ് ആ പേര് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞത്. ഞാൻ ആ പേര് പറയുന്നില്ല. AICC ആഫീസിനെ നിയന്ത്രിക്കുന്നത്, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് AICC ആഫീസിലെ ശമ്പളക്കാരാണ്. ഇതാണ് പ്രശ്നം. ജനങ്ങളായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഇവിടെ കൃഷിക്കാരെ കാര്യം പറഞ്ഞു നോക്കൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കർഷക സമരം നടന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും. പഞ്ചാബിൽ സമരം ചെയ്യാൻ വന്നത് കാനഡയിൽ നിന്നുള്ള MP-മാരാണ്. അറിയാലോ കാനഡയിലെ സിഖ് MP-മാരുടെ സ്ഥിതി. ഖാലിസ്ഥാൻ വാദത്തെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന വീരന്മാരാണ് ഏത് പഞ്ചാബിൽ വന്ന് സമരം ചെയ്യുക കാനഡയിലെ സിഖ് MP-മാര്. അവസാനം ഇന്ത്യ ഗവൺമെന്റിന് കാനഡയോട് പറയേണ്ടി വന്നു, നിങ്ങളെ MP-മാരെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടി വരും, തിരിച്ചു വിളിക്കണം. അവരൊക്കെ തിരിച്ചുപോയി. പിന്നെ സമരം നടന്ന ഒരു സ്ഥലം ഹരിയാനയാണ്. ഹരിയാനയിൽ വോട്ടെണ്ണിയല്ലോ. എന്താ സ്ഥിതി? കോൺഗ്രസിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഹരിയാനയിൽ സംഭവിച്ചത് 2024 സെപ്റ്റംബർ മാസത്തിലാണ്. ഇനി മറ്റൊരു സ്ഥലം വിദർഭ, ഇന്ത്യയിലെ കർഷക ആത്മഹത്യയുടെ തലസ്ഥാനം ഒരു കാലത്ത്. അത് കോൺഗ്രസ് NCP സർക്കാർ 15 കൊല്ലം ഭരിച്ചപ്പോൾ കർഷക ആത്മഹത്യയുടെ തലസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതായത് പ്രത്യേകിച്ച് വിദർഭ വാസ് ദി സെന്റർ ഓഫ് ഫാമേഴ്സ് സൂയിസൈഡ്. ഇത്തവണ എന്താ സ്ഥിതി? വിദർഭയിൽ കോൺഗ്രസ് നിലം തൊട്ടിട്ടില്ല. ഇപ്പോ വോട്ടർ പട്ടികയിൽ കൃത്രിമമുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ച് നടക്കുക. ഞാൻ അവിടെ മഹാരാഷ്ട്രയിൽ അന്വേഷിച്ചു. 63 പെറ്റീഷനാണ് മഹാരാഷ്ട്ര ഹൈക്കോടതി, അതായത് നാഗപ്പൂർ ബെഞ്ചിലും ബോംബെ ഹൈക്കോടതിയുടെയും ഫയൽ ചെയ്തത് 63 പെറ്റീഷനാണ്. അതായത് കോൺഗ്രസിന്റെയും NCPയുടെയും ഉദ്ധവ് ഠാക്കറെയുടെയും തോറ്റ സ്ഥാനാർത്ഥികൾ മൊത്തം ഫയലാക്കിയത് 288 സീറ്റിൽ 63 പെറ്റീഷനാണ്. അതിൽ 10-30 പെറ്റീഷന്റെ കാരണം ഈ വോട്ടർ പട്ടികയിലെ കൃത്രിമമല്ല, എതിർ സ്ഥാനാർത്ഥി, അതായത് ജയിച്ച BJP ഏകനാഥ് ഷിൻഡെ, അജിത് പവാറുടെ ഒക്കെ MLA-മാർ അവരുടെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയതിൽ തെറ്റ് കാണിച്ചിട്ടുണ്ട്. അവരുടെ പേരിലുള്ള ക്രിമിനൽ കേസുകൾ അഫിഡവിറ്റിൽ പറഞ്ഞതിൽ തെറ്റ് കാണിച്ചിട്ടുണ്ട് എന്നാണ് 10-30 പേരുടെ വാദം. അപ്പോ ഈ വോട്ടർ പട്ടികയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കേസ് വെറും 30 പേരാണ് കൊടുത്തത്. വെറും 30 പേരെ കേസ് തന്നെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 30 പേര് കൊടുത്തത് മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളെ ചൊല്ലിയാണ്. അപ്പോ മഹാരാഷ്ട്രയിൽ തോറ്റു. ഞാൻ പറയാം, രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഡൽഹി. ആ ഡൽഹി നഗരത്തിലെ, അതായത് ഡൽഹി സംസ്ഥാനത്തെ ന്യൂഡൽഹി അസംബ്ലി മണ്ഡലം ഒന്ന് നോട്ട് ചെയ്യണം. അതിന്റെ 40-ാം നമ്പർ അസംബ്ലി മണ്ഡല, 70 അസംബ്ലി മണ്ഡലത്തിൽ 40-ാം നമ്പർ അസംബ്ലി മണ്ഡലമാണ് ന്യൂഡൽഹി. അതിൽ നിർമ്മൻ ഭവൻ ഏരിയയിലെ 60-ാം നമ്പർ ബൂത്ത് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം. 60-ാം നമ്പർ ബൂത്തിലാണ് രാഹുൽ ഗാന്ധി വോട്ട് ചെയ്യുന്നത്. അവിടെ മൊത്തം പോൾ ചെയ്തത് 586 വോട്ടാണ്, 586 വോട്ട്. BJPക്ക് കിട്ടിയത് 340, ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് 137. കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം വോട്ട് ചെയ്യുന്ന ന്യൂഡൽഹി അസംബ്ലി മണ്ഡലത്തിലെ 60-ാം നമ്പർ ബൂത്തിൽ കിട്ടിയത് 49 വോട്ട്. 586 വോട്ട് പോൾ ചെയ്യുന്ന ഒരു ബൂത്തിൽ, രാഹുൽ ഗാന്ധിയുടെ മാതൃ ബൂത്തിൽ കോൺഗ്രസിന് 49 വോട്ട്. ദാറ്റ് മീൻസ് രാഹുൽ ഗാന്ധി പറയുന്നത് അയാളുടെ അയൽവാസികൾ പോലും വിശ്വസിക്കുന്നില്ല, അയാളുടെ സ്വന്തം ബൂത്തുകാർ പോലും വിശ്വസിക്കുന്നില്ല എന്നാണ് സത്യം. 0 ഡൽഹിയിൽ കിട്ടിയത്. 7.42 വോട്ടാണ് ആ മണ്ഡലത്തിൽ, അതായത് ന്യൂഡൽഹി മണ്ഡലത്തിൽ കിട്ടിയത്. അപ്പൊ ജനങ്ങൾ ആരെ കൂടിയ? ഞാനതാ ചോദിക്കുന്നത്, ജനങ്ങൾ ആരെ കൂടിയ? നിങ്ങൾ എന്തുകൊണ്ട് 3 തവണ തോറ്റു?
എന്ന് കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് ശശി തരൂർ പരസ്യമായി വിദേശ രാജ്യത്ത് പോയിട്ടും ഇന്ത്യയിലും വന്ന് പറയുന്നു ഈ അമേരിക്ക പറഞ്ഞിട്ടല്ല ഇന്ത്യ വെടിനിർത്തിയത്, അത് പാകിസ്ഥാന്റെ DGMO നമ്മളോട് താണ് കേണ് പറഞ്ഞിട്ടാണ് എന്ന്. ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയോട് താണ് കേണ് പറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ എന്താ രാഹുൽ ഗാന്ധിക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഇത് തന്നെയാണ് ആനന്ദ് ശർമ്മ പറയുന്നത്, ഇത് തന്നെയാണ് മനീഷ് തിവാരി പറയുന്നത്, ഇത് തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ് പറയുന്നത്, ഇത് തന്നെയാണ് അസാദുദ്ദീൻ ഒവൈസി പറയുന്നത്. ഒവൈസിയാണ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോയ സംഘങ്ങൾ കൂടെ പോയത്, അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് ഇതാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്, ഇത് തന്നെയാണ് കരിമൊഴി പറയുന്നത്. അപ്പോ കോൺഗ്രസ് ഈസ് ഇൻ എ ഫിക്സ്. കോൺഗ്രസ് പറയുന്നത് അവരുടെ ഉള്ളിലുള്ളവർ ഉള്ള പ്രഗത്ഭരായ ആൾക്കാർ അംഗീകരിക്കുന്നില്ല, ഈ ഇന്ത്യ മുന്നണിക്കാർ അംഗീകരിക്കുന്നില്ല. ഇതാണ് സ്ഥിതി. പിന്നെ നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞു, ശരിയാണ്. ഈ രാജ്യത്ത് 70,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ ആണ് 11 കൊല്ലം കൊണ്ട് നിർമ്മിച്ചത്. 90,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ ആണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 2014 വരെ നിർമ്മിച്ചത്. അതിനോടൊരു അഡീഷണൽ 70,000 കൂടി 11 കൊല്ലം കൊണ്ട് നിർമ്മിച്ചു. കേരളത്തിലെ കൂരിയാട് ഒരു ഭാഗമേ ഇടിഞ്ഞിട്ടുള്ളൂ, തളിപ്പറമ്പ് മണ്ണൊലിപ്പേ ഉള്ളൂ, ചില സ്ഥലത്ത് ക്രാക്കേ ഉള്ളൂ. മിസോറാമിലെ നാഷണൽ ഹൈവേ ഒലിച്ചുപോയി. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ ജമ്മു ഹൈവേ ഒരു ഭാഗം ഒലിച്ചുപോയി. കാരണം കനത്ത മഴ പെയ്യുമ്പോൾ, വലിയ പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ, പ്രകൃതിയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ വലിയ തകരാറ് സംഭവിക്കുന്നുണ്ട്. തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മിക്കുമ്പോൾ ഒരു പാലം ഒന്നായി ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ 70,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ, കേരളത്തിൽ 644 കിലോമീറ്റർ നാഷണൽ ഹൈവേയിൽ 8-10 സ്ഥലത്താണ് കുഴപ്പങ്ങളുള്ളത്. 644 കിലോമീറ്റർ. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇത് സാധിച്ചില്ല? പിന്നെ ഇവിടെ പട്ടാളത്തെ പറ്റി പറഞ്ഞു. 1 റാങ്ക് 1 പെൻഷൻ. 1971 ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് യുദ്ധം കഴിഞ്ഞ് ഇന്ത്യ വിജയിച്ചപ്പോൾ പട്ടാളക്കാർക്ക് കൊടുത്ത വാഗ്ദാനമാണ് OROP, 1 റാങ്ക് 1 പെൻഷൻ. 45 വർഷങ്ങൾക്ക് ശേഷം 2015 നരേന്ദ്രമോദിയാണ് 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കിയത്. ഇപ്പൊ കോൺഗ്രസ് കുറെ സത്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോ കൃഷിക്കാർ നിങ്ങളെ കൂടെയല്ല, എക്സ് മിലിറ്ററിക്കാരോ പട്ടാളക്കാരോ നിങ്ങളെ കൂടെയല്ല, നിങ്ങളുടെ സഖ്യകക്ഷികൾ പോലും നിങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നില്ല, നിങ്ങളുടെ പാർട്ടിക്കകത്തെ പ്രഗത്ഭ നേതാക്കന്മാർ പോലും ഇത് അംഗീകരിക്കുന്നില്ല. അപ്പൊ കോൺഗ്രസ് ഇസ് ഇൻ എ ഫിക്സ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഈ ആരോപണങ്ങൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളായി അത്ര ലൈറ്റായിട്ട് എടുത്താൽ മതി. കാരണം കോടതിയിൽ പോയി കേസ് കൊടുക്കാതെ പത്രസമ്മേളനം നടത്തി ആരോപണം ഉന്നയിച്ചിട്ട് എന്താ കാര്യം? തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിട്ട് 4-5 മാസമായി. ഇത് പ്രഖ്യാപിച്ച് 30 ദിവസം കൊണ്ട് കേസ് കൊടുക്കണം എന്നാണ്. ആകെ 63 കേസാണ് കൊടുത്തത്. അതിൽ 30 കേസാണ് ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ടും EVM ആയിട്ടും ബന്ധപ്പെട്ടത്. ബാക്കി 30 കേസ് വ്യക്തിപരമായ കാരണങ്ങളല്ല. അപ്പോ കോൺഗ്രസ് എന്ന് പറയുന്നത് ആശയക്കുഴപ്പത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെക്കോട്ടാണോ വടക്കോട്ടാണോ കിഴക്കോട്ടാണോ പോകേണ്ടതെന്ന് അറിയാതെ ഒരു ക്രോസ് റോഡ്സിൽ നിൽക്കാൻ അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാം. പക്ഷെ രാജ്യത്ത് നടക്കുന്ന മാറ്റം വളരെ വ്യത്യസ്തമാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ പണപ്പെരുപ്പം. ഞാൻ അങ്ങയിലേക്ക് വരാം.